പള്ളിക്കെട്ടും ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്കുമ്പത്തെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. സ്വാമിയേ ശരണമയ്യപ്പ. ഈ ഗാനം കേൾക്കാത്തവരാരും ഈ ഭൂലോകത്തുണ്ടാവില്ല. അയ്യപ്പനെക്കുറിച്ചും ശാസ്താവിനെക്കുറിച്ചും ശബരിമല ധർമ്മശാസ്താവിനെക്കുറിച്ച് അറിയുന്നവരെല്ലാം ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ. ഇത് വീരമണി എന്ന പ്രശസ്തനായ തമിഴ് ഗായകൻ പാടിയ ഈ അയ്യപ്പ ഭക്തിഗാനം ഇന്നും എവിടെയും എപ്പോൾ കേട്ടാലും നമ്മൾ അവിടെ കേട്ടു നിന്നു പോകും. അത് ഹരിവരാസനം പാടി അയ്യപ്പനെ ഉറക്കുന്ന ഉറക്കുപാട്ട് യേശുദാസ് പാടി എങ്ങനെ അത് പഠിപ്പിച്ചോ അതേപോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പാട്ടാണ് ഈ അയ്യപ്പ ഭക്തിഗാനം. അദ്ദേഹം പാടിയ ഈ ഗാനം ഇങ്ങനെ നമ്മുടെ സിരകളിലൂടെ കയറി അത് നമ്മുടെ ഭക്തിയെ ഒരു 10 മടങ്ങ് 1000 മടങ്ങ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് പള്ളിക്കെട്ടും ശബരിമലയ്ക്ക് സ്വാമിയെ അയ്യപ്പോ എന്നുള്ള ആ ഒരു സ്ലോ നമ്പറിൽ കൂടി ആ പാട്ട് തുടങ്ങുമ്പോൾ അത് സ്ലോയിൽ തുടങ്ങി പിന്നെ ആ പാട്ട് അങ്ങനെ കത്തിക്കയറുന്ന ഒരു പാട്ടാണ്. അത് കത്തിക്കയറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സിരകളിലൂടെ നമ്മുടെ സകല നാഡീഞരമ്പുകളിലൂടെ ആ പാട്ട് നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അപ്പം ഈ പാട്ട് ഇതുപോലെ ധാരാളം അയ്യപ്പ ഭക്തിഗാനങ്ങൾ നമുക്കുണ്ട്. അയ്യപ്പ ഭക്തിഗാനങ്ങൾ ഒരിക്കലും നിലയ്ക്കാത്ത ഒരു പ്രവാഹമാണ്. ആ മണ്ഡല കാലമാകുമ്പോഴേക്കും പുതിയ അയ്യപ്പ ഭക്തി ഗീതങ്ങൾ വരുന്ന ഒരു സമയമാണ്. പക്ഷെ പഴയ പോലെ ഒരു പ്രവാഹം ഇപ്പോൾ കാണുന്നില്ല. അതൊക്കെ ഇനിയും തിരിച്ചു വരട്ടെ ആ കാലം. കാരണം യേശുദാസും ജയചന്ദ്രനും ഒക്കെ പാടിയത് കൂടാതെ ധാരാളം പുതുമുഖ ഗായകരും ധാരാളം പഴകി തെളിഞ്ഞ പല ഗായകരും പാടിയ അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ ആൽബങ്ങൾ തന്നെ പുറത്തിറങ്ങുമായിരുന്നു. അന്നൊക്കെ ഏത് പാട്ട് വെച്ചാലും കേട്ടാലും ഈ കാലയളവിൽ ഈ മണ്ഡല കാലയളവിൽ നമുക്ക് ഭക്തിസാന്ദ്രമായി നിലകൊള്ളുന്ന ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഉണരുകയും പ്രഭാതത്തിൽ ഉണർന്ന് എല്ലാ കർമ്മങ്ങളും ചെയ്ത് വ്രതാനുഷ്ഠാനത്തോടു കൂടി നമുക്ക് നിഷ്ഠയോടുകൂടി ജീവിക്കുവാൻ സാധിക്കും. കാരണം അതൊരു പ്രത്യേക ഒരു സമയമാണ്. എന്തിനാണ് നമ്മളിതൊക്കെ അനുഷ്ഠിക്കുന്നത്? അതാണ് നമ്മൾ വ്രതമനുഷ്ഠിച്ച് ഇത്രകാലം കഠിനമായി വ്രതമനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ നിയന്ത്രിച്ച് ശബരിമല കയറി മലകൾ താണ്ടി ശബരിമല ചെന്ന് ശാസ്താവിനെ അയ്യപ്പനെ വണങ്ങുമ്പോൾ അവിടെ നേരെ മുകളിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നു തത്വമസി. ഈ തത്വമസി പൊരുൾ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വ്രതമനുഷ്ഠിച്ച് ഒരു തവണയെങ്കിലും അവിടെ പോയവർക്കേ അത് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ പലരും പറയാറുണ്ട്, പല പ്രശസ്തരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശത്രുവിനെ തിരിച്ചറിയുക എന്നിട്ട് അതിനു വേണ്ടിയിട്ടുള്ള നമ്മൾ ചില പൂജകളൊക്കെ നടത്താറുണ്ട്. പക്ഷേ ശരിയായിട്ടുള്ള ഒരു പണ്ഡിതനായ അല്ലെങ്കിൽ പൂജാരിയോട് അല്ലെങ്കിൽ തന്ത്രിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആരാണ് ശത്രു എന്ന് ചോദിച്ചാൽ ആ ശത്രു നിങ്ങളിൽ തന്നെ ഉണ്ട്. നിങ്ങളിലെ ചീത്ത വശങ്ങളാണ്, തിന്മയായ കാര്യങ്ങളാണ് നിങ്ങളുടെ ശത്രു എന്ന് അദ്ദേഹം പറഞ്ഞു തരും. അതാണ് ഈ തത്വമസി എന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ സാന്നിധ്യം വരണമെങ്കിൽ അത് നിങ്ങളിൽ തന്നെയുണ്ട്. നിങ്ങളിൽ നന്മയും തിന്മയും എല്ലാം നിറഞ്ഞതാണ് ഒരു മനുഷ്യ നിർമ്മിതി എന്ന് പറയുമ്പോൾ. ഒരു മനുഷ്യായുസ്സിൽ നമ്മൾ ഈ നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള അവസരം മാത്രമാണ് ഈ ശബരിമലയിലെ ഈ വ്രതം നോറ്റുള്ള ഈ 41 ദിവസം വ്രതം നോറ്റ് നമ്മൾ അവിടെ വരെ പോകുന്നതിൻ്റെ ഒരു പൊരുളെന്ന് പറഞ്ഞാൽ, ഈ നന്മതിന്മകൾ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ വ്രതം നോറ്റ് നമ്മളിൽ ഉണ്ടാകുന്ന ആധിക്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ കാമക്രോധ പല ഭാവങ്ങൾ നമുക്ക് മനുഷ്യന് എല്ലാ തരത്തിലും അതായത് നമ്മൾ അടിമപ്പെട്ടു പോകാൻ എളുപ്പമുള്ള ഒരു കൂട്ടമാണ് ഈ മനുഷ്യ ജന്മമെന്ന് പറഞ്ഞാൽ. നമ്മൾ പല തിന്മകൾ ചീത്ത പ്രവൃത്തികൾ ചെയ്യുവാൻ ഒരുമ്പെടുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. അപ്പോൾ ഈ ഒരു പ്രാധാന്യം, ഈ ഒരു പൊരുൾ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഈ വ്രതാനുഷ്ഠാന കാലഘട്ടത്തിൽ തീർച്ചയായും നമ്മൾ അത് നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കൽ, ആ ഒരു കണ്ടെത്തൽ അത് മറ്റാർക്കും പറഞ്ഞറിയിക്കാൻ നമുക്കൊക്കില്ല. അത് നമുക്ക് തന്നെ പറ്റുള്ളൂ. എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങൾ ടീനേജ് തൊട്ട് ഉള്ള പ്രായങ്ങളിൽ ഞങ്ങൾ കൂട്ടുകാരൊന്നിച്ച് വൃശ്ചികം 1 ആകുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ എവിടെ ഇരുന്നാണെങ്കിലും നമ്മൾ വീട്ടിലെത്തി കുളിച്ച്
അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പൂജാമുറിയിലിരുന്ന് നമ്മൾ ഒരു മാല വാങ്ങിച്ചു കൊണ്ടുവന്ന് മാലയിടുന്ന പതിവുണ്ടായിരുന്നു. അത് വ്രതാനുഷ്ഠാനത്തോടു കൂടി തന്നെ നിഷ്ഠയായി തന്നെ കൂട്ടമായി ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്ത് പുറപ്പെട്ട് പൂജയൊക്കെ നടത്തി ദിവസവും അമ്പലത്തിലോ അല്ലെങ്കിൽ വീട്ടിൽ പൂജ ചെയ്ത് അനുഷ്ഠാനങ്ങളോടുകൂടി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഉണ്ടാകുന്ന ഈ വിശ്വാസങ്ങൾ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ അന്ധവിശ്വാസം എന്നൊരിക്കലും ഒരു വാക്കുകൊണ്ട് ആരും അതിനെ സൂചിപ്പിക്കരുത്. കാരണം നമ്മളിൽ തന്നെ ദൈവം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അവിടെ വരെ പോകുന്നത്? നമ്മളത് മനസ്സിലാക്കി നമ്മൾ സ്വയം നന്മ നിറഞ്ഞ ആളായിട്ട് ജീവിച്ചാൽ പോരെ എന്ന് ചോദിക്കും. പക്ഷേ ഈ നന്മകളെ തിരിച്ചറിയാൻ ഉള്ള അവസരം നമ്മൾ വിനിയോഗിക്കുക, അല്ലെങ്കിൽ തിന്മകൾ എന്താണെന്ന് അറിയാനുള്ള അവസരങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. ഈ അവസരത്തിൽ നമുക്കുണ്ടാകുന്ന അതായത് ദേഷ്യം പെട്ടെന്ന് കൂടി വരുന്ന സ്വഭാവക്കാർ ധാരാളം പേരുണ്ടാവുമെങ്കിലും ഈ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ടാവില്ലേ? ആവും, തീർച്ചയായും. അതെങ്ങനെ? അത് മനസ്സിൻ്റെ ഒരു പ്രയത്നമാണ്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഈ വ്രതം നോക്കുന്ന സമയങ്ങളിൽ അധികം ആരോടും ദേഷ്യപ്പെടാറില്ല. നമ്മൾ വളരെ സാത്വികരായിട്ട് ജീവിക്കുന്നു. വെജിറ്റേറിയൻ ആഹാരം പൂർണ്ണമായിട്ടും നമ്മൾ മറ്റ് മത്സ്യമാംസാദികളൊക്കെ ഭക്ഷിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ സസ്യഭുക്കുകളായി മാറുന്ന ഒരു കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതുപോലെ നമ്മൾ ഈ മല കയറുന്ന സമയത്ത് നമുക്ക് ഒട്ടും അനായാസമായി നമുക്ക് മല കയറുവാൻ സാധിക്കുന്നത് തന്നെ ഈ സസ്യഭുക്കുകളാകുന്ന അതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അല്ലെങ്കിൽ അതുപോലെ പുകവലിയുള്ളവർ, മദ്യപാനമുള്ളവർ, മറ്റ് ശീലങ്ങളൊക്കെ ഉള്ളവർ അതൊക്കെ ഉപേക്ഷിച്ച് മാറ്റി വെച്ചുകൊണ്ട് ഈ കാലയളവിൽ നമ്മൾ ആ വ്രതം നിഷ്ഠയോടെ അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മൾ പാകപ്പെടുത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതാണ് തീർച്ചയായിട്ടും ഈ ശബരിമലയിൽ പോവുക, അല്ലെങ്കിൽ ഈ വ്രതാനുഷ്ഠാന കാലഘട്ടത്തിൽ വൃശ്ചികം 1 മുതൽ 41 ദിവസം അല്ലെങ്കിൽ എത്രയോ ദിവസം, 12 ദിവസമെങ്കിൽ നിങ്ങൾ ആ 12 ദിവസം നിഷ്ഠയോടുകൂടി പോവുക എന്നുള്ളതാണ് അതിൻ്റെ പരമപ്രധാനമായ കാര്യം. ഈ നിഷ്ഠ ഇങ്ങനെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയുക, ആ മാറ്റങ്ങളിലൂടെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. ഒരു വർഷം മുഴുവൻ അതിൻ്റെ ആ ഒരു ഊർജം, ഒരു പോസിറ്റീവ് എനർജി എന്ന് നമ്മൾ പറയാറുണ്ട്, അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആ വർഷം മുഴുവൻ ജീവിക്കുക. മറ്റുള്ളവർക്ക് ഒരു വിനയാകാതെ, മറ്റുള്ളവരെ ദ്രോഹിക്കാതെ സ്നേഹിക്കാനും ഇടകലർന്ന് ജീവിക്കുവാനും പഠിക്കുക. ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം നമ്മൾ മറ്റുള്ള ഒരാൾ ഈ വ്രതാനുഷ്ഠാന കാലഘട്ടത്തിൽ നമ്മൾ എന്തൊരു കാര്യത്തിലും നമുക്ക് തോന്നിയാൽ പോലും നമ്മളത് വർജിക്കുകയാണ്. അതായത് അത് വേണം. അപ്പം നമ്മളൊരു ആഹാരമാണെങ്കിൽ പോലും നോൺ വെജ് കഴിക്കുന്ന ഒരാൾ നിഷ്ഠയോടുകൂടി ചെയ്യുമ്പോൾ അത് ഉപേക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ഒരു മണമടിച്ചാൽ പോലും നമുക്ക് അതിന് വേണ്ട എന്നുള്ള ആ ഒരു തോന്നൽ അതുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അത് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെയൊക്കെ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഓരോരോ ഉദാഹരണങ്ങളിലൂടെ ഞാൻ പറയുകയാണെന്ന് മാത്രം. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നമ്മുടെ കാമക്രോധ വികാരങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി പോകുന്ന ഈ ഒരു ചിട്ടയായ നടപടിക്രമം അങ്ങനെ പുലർന്നു പോകട്ടെ. അങ്ങനെ ഇനിയും മണ്ഡലകാലങ്ങൾ വരും. ഈ മണ്ഡലകാലം ഇവിടെ ആരംഭിക്കുകയായി. എല്ലാ അയ്യപ്പ ഭക്തർക്കും എല്ലാ സജ്ജനങ്ങൾക്കും നിഷ്ഠയോടുകൂടിയുള്ള ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ശരി, എന്നെ കേട്ടതിന് നന്ദി. സ്വാമിയേ ശരണമയ്യപ്പ.